അപ്പോൾ ഫ്രണ്ട്സ്, ഞാൻ ഈ വീഡിയോയിലൂടെ നിങ്ങളോട് പറയാൻ ഉദ്ദേശിക്കുന്ന രണ്ട് കാര്യങ്ങളാണ്. ഒന്ന് നമ്മുടെ സിം കാർഡ് രജിസ്ട്രേഷൻ, അതേപോലെ തന്നെ പിന്നെയുള്ളത് നമ്മുടെ നോർമൽ രജിസ്ട്രേഷൻ, നിങ്ങളിവിടെ എത്തിയതിന് ശേഷം ചെയ്യേണ്ട രജിസ്ട്രേഷൻ, അതായത് ഹൗസ് രജിസ്ട്രേഷൻ. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളാണ് ഞാൻ ഈ വീഡിയോയിലൂടെ നിങ്ങളോട് പറയാൻ ഉദ്ദേശിക്കുന്നത്. ആദ്യമായിട്ട് സിം കാർഡ് രജിസ്ട്രേഷൻ ആണ്. നിങ്ങൾ ഒരു ടൂറിസ്റ്റ് ആയിട്ടാണ് നിങ്ങളിവിടെ വരാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ നിങ്ങൾ സിം കാർഡ് എടുക്കേണ്ടത് എയർപോർട്ടിൽ നിന്നാണ്. നിങ്ങൾക്ക് സിറ്റിയിൽ വന്നു കഴിഞ്ഞിട്ട് സിം കാർഡ് എടുക്കാൻ പറ്റത്തില്ല. കാരണം എൻ്റെ ഫ്രണ്ട്സും അതേപോലെ തന്നെ കുറച്ച് റിലേറ്റീവ്സൊക്കെ അവർ ദുബായിൽ നിന്ന് ഇങ്ങോട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് അവരോട് സിം കാർഡ് എടുക്കേണ്ടത് എയർപോർട്ടിൽ നിന്നാണെന്ന് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എയർപോർട്ടിൽ എത്തിക്കഴിഞ്ഞപ്പോൾ പറഞ്ഞായിരുന്നു. പക്ഷെ ഞാൻ വിചാരിച്ചു അങ്ങനെ ആയിരിക്കത്തില്ല, നമുക്ക് സിറ്റിയിൽ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർക്ക് സിം കാർഡ് എടുത്ത് കൊടുക്കാമല്ലോ, അപ്പം അതായിരിക്കും കുറച്ചും നല്ല. അപ്പോൾ ആ സിം കാർഡിന് റേറ്റ് എയർപോർട്ടിൽ പറഞ്ഞത് 3500 ആണ്. അപ്പം ഞാൻ വിചാരിച്ചതൊരു പറ്റിക്കലായിരിക്കും എന്ന് വിചാരിച്ചിട്ട് ഞാൻ പറഞ്ഞു അവരോട് സിം കാർഡ് എടുക്കണ്ട, നമുക്ക് സിറ്റിയിൽ ഗോവയിൽ വന്നിട്ട് സിം കാർഡ് എടുക്കാമെന്ന് പറഞ്ഞു. പക്ഷേ നമുക്ക് സിം കാർഡ് കിട്ടില്ല. അതായത് ടൂറിസ്റ്റ് ആയിട്ട് വരുന്നവർക്ക് സിറ്റിയിൽ നിന്ന് അങ്ങനെ ഒരു സിം കാർഡ് പ്രൊവൈഡ് ചെയ്തില്ല. ഒരു വെർഷനാണ്. ഇനിയിപ്പോൾ അങ്ങനെ ഉണ്ടോ ഇല്ലോ എന്ന് എനിക്ക് ലീഗലായിട്ട് നോക്കിക്കഴിഞ്ഞാൽ ഇങ്ങനെയാണ് ഇൻഫർമേഷൻ. പിന്നെ ബാക്കി എനിക്കറിയത്തില്ല. ഇല്ലീഗലായിട്ടൊക്കെ എടുക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ ഉണ്ടായിരിക്കാം. പക്ഷേ ലീഗലായിട്ടുള്ള പ്രൊസീജിയർ ഇങ്ങനെയാണ്. സിം കാർഡ് എടുക്കേണ്ടത് എയർപോർട്ടിൽ നിന്നാണ്. അപ്പോൾ ആ ഒരു എമൗണ്ട് പേ ചെയ്യുക. നിങ്ങളുടെ പാസ്പോർട്ട് രജിസ്ട്രേഷൻ, ആ പാസ്പോർട്ടിൻ്റെ രജിസ്ട്രേഷനിലാണ് നിങ്ങൾക്ക് സിം കാർഡ് അവിടെ നിന്ന് കിട്ടുന്നത്. പിന്നീട് നിങ്ങൾക്ക് വേറൊരു രജിസ്ട്രേഷൻ്റെ വേറൊരു കാര്യങ്ങളൊന്നും ആവശ്യമില്ല. ആ സിം കാർഡ് നിങ്ങൾക്ക് ഉപയോഗിക്കാം. പിന്നെ ഉള്ളത് രണ്ടാമത്തെ സിം കാർഡ് എന്ന് പറയുന്നത് ഇവിടെ ലോങ് ടൈം നിൽക്കാൻ വരുന്നവർക്കുള്ള സിം കാർഡ് എങ്ങനെയാണ് രജിസ്റ്റർ ചെയ്ത് എടുക്കുക എന്നുള്ളതാണ്. നിങ്ങളിവിടെ എത്തിയതിന് ശേഷം നിങ്ങളുടെ വിസ, നിങ്ങളുടെ ഇമിഗ്രേഷൻ കാർഡ്, അതുപോലെ തന്നെ ബാക്കിയുള്ള ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്നീൽസ് എന്നൊരു കാര്യം കൂടെയുണ്ട്, അങ്ങനെ ഒരു പേപ്പറും കൂടെ ഉണ്ട്. അപ്പോൾ അതും കൂടെ എടുത്തതിന് ശേഷം ഇപ്പം സ്വിർ ബാങ്കാണ് ഇതെല്ലാം എടുക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ബാങ്ക് എന്ന് പറയുന്നത്. അപ്പോൾ അത് അങ്ങനെ വേണമെങ്കിൽ ചെയ്യാം. അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതെല്ലാം എടുത്തതിന് ശേഷം മൈ ഡോക്യുമെന്റ് എന്ന് പറയുന്ന ഒരു സ്ഥാപനമുണ്ട്, നമ്മുടെ നാട്ടിലെ വില്ലേജ് ഓഫീസൊക്കെ പോലെ എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ അവിടെ ചെല്ലുക, നിങ്ങളുടെ ഡോക്യുമെന്റുകൾ മുഴുവനും സബ്മിറ്റ് ചെയ്യുക. അതിനുശേഷം അവരെല്ലാം ആ ഡോക്യുമെന്റുകൾ സ്കാൻ ചെയ്ത് അത് ഒരു ഡോക്യുമെന്റ് കാര്യങ്ങളെല്ലാം എടുത്തതിന് ശേഷം അവർ നിങ്ങൾക്ക് കുറച്ച് കാര്യങ്ങൾ പ്രൊവൈഡ് ചെയ്യും. ആ ഡോക്യുമെന്റുകളുമായിട്ട് നിങ്ങൾ നേരെ സ്വിർ ബാങ്കിൽ ചെല്ലുക. അവിടെ ചെന്ന് കഴിയുമ്പോൾ നിങ്ങൾക്ക് ബയോമെട്രി എടുക്കണം. അതായത് നമ്മുടെ എല്ലാ ഫിംഗേഴ്സും അവരെടുക്കും. അതേപോലെ തന്നെ നമ്മുടെ വോയിസ് അവരെടുക്കും. ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം ഗൂസസ്ലൂഗി എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷൻ ഉണ്ട്. ആ ആപ്ലിക്കേഷനിലേക്ക് ഇതെല്ലാം അപ്ഡേറ്റ് ചെയ്ത് കയറ്റും. അപ്പോൾ അതെല്ലാം കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഈ ഗൂസസ്ലൂഗി ആപ്ലിക്കേഷനിൽ എല്ലാം ഒരു ഗ്രീൻ ടിക്ക് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ സിം കാർഡ് രജിസ്റ്റേർഡ് ആയി എന്നാണ് അതിൻ്റെ മീനിങ്. അപ്പോൾ സിം കാർഡ് എടുത്തു കഴിഞ്ഞാൽ ഈ എല്ലാ പ്രൊസീജിയറും നിങ്ങളെല്ലാവരും ചെയ്തിരിക്കണം. അത് നിർബന്ധമാണ്. അല്ലാതെ നമ്മളുടെ പേരിലല്ലാതെയുള്ള സിം കാർഡുകൾ ഉപയോഗിച്ചിട്ട് ഇവിടെ ഒരുപാട് കാര്യങ്ങൾ നടക്കുന്നത് കൊണ്ടാണ് ഇങ്ങനെ ഒരു സിസ്റ്റം അവർ ചെയ്തിരിക്കുന്നത്. ജൂൺ മുതൽ ആണ് നമ്മളുടെ സിം കാർഡ് രജിസ്റ്റേർഡ് അല്ലെങ്കിൽ അവർ ബ്ലോക്ക് ചെയ്യുമെന്ന് ഇൻഫർമേഷൻ തന്നിരുന്നത്. അപ്പോൾ ജൂൺ, അത് പിന്നീട് അവർ ജൂലൈ വരെ ആക്കിയിട്ടുണ്ടായിരുന്നു ചെയ്യാനായിട്ട്. അപ്പോൾ അതെല്ലാം കഴിഞ്ഞു, അതിൻ്റെ സമയമെല്ലാം കഴിഞ്ഞു. രജിസ്റ്റേർഡ് അല്ലാത്ത എല്ലാ സിം കാർഡുകളും അവർ ബ്ലോക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ സിം കാർഡ് രജിസ്റ്റർ ചെയ്യുക എന്നുള്ള പ്രൊസീജിയർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് നിങ്ങൾ ചെയ്തിരിക്കുക. നിങ്ങളുടെ പേരിൽ തന്നെയുള്ള സിം കാർഡുകൾ നിങ്ങൾ ചെയ്തിരിക്കുക. പിന്നീടുള്ളത് ഇനിയുള്ള ഒരു ഇൻഫർമേഷൻ എന്ന് പറയുന്നത് നമ്മുടെ ഹൗസിൽ, അല്ലെ നമ്മൾ എവിടെയാണോ താമസിക്കുന്നത്, താമസ സ്ഥലത്തെ രജിസ്ട്രേഷൻ ആണ് രണ്ടാമത്തെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മളിവിടെ വന്നതിന് ശേഷം നമ്മളൊരു റെൻ്റൽ അപ്പാർട്ട്മെൻറ്റോ കാര്യങ്ങളോ ഒക്കെ ആയിരിക്കുമല്ലോ എടുക്കുന്നത്. അല്ലെന്നുണ്ടെങ്കിൽ കമ്പനിയൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് താമസ സൗകര്യങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടായിരിക്കും. അപ്പോൾ അവരായിരിക്കും അത് ചെയ്തു തരുന്നുണ്ടാവില്ല. അല്ലാത്തവർ ഇവിടെ വന്നതിന് ശേഷം നമ്മളൊരു റെൻ്റൽ ഡീൽ വെക്കും. അപ്പം അത് നമ്മുടെ ഹജായൻ അല്ലെങ്കിൽ ഹൗസ് ഓണറുമായിട്ട്. അപ്പോൾ അവർ നമുക്ക് അപ്പാർട്ട്മെൻറ്റ് റെൻറ്റിന് തരുന്നു. അപ്പോൾ നമ്മൾക്ക് ഹൗസ് ഓണറിനോട് ചോദിക്കുക, നമുക്ക് ഇങ്ങനൊരു ഹെൽപ്പ് ചെയ്തു തരാമോ രജിസ്ട്രേഷൻ എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പം നോർമലി ചിലരാണെങ്കിൽ സമ്മതിക്കും, ചിലരാണെങ്കിൽ താല്പര്യമില്ല എന്ന് പറയും. കാരണം ചിലർക്ക് പേടിയാണ്. അപ്പം അതുകൊണ്ട് അങ്ങനെയുള്ള ആ ഒരു കാര്യം നിങ്ങൾ ഹൗസ് ഓണറുമായിട്ട്, നിങ്ങൾ റെൻ്റ് എടുക്കുന്ന ഹൗസ് ഓണറുമായിട്ട് ഡിസ്കസ് ചെയ്തതിന് ശേഷം, അപ്പം അങ്ങനെയാണെങ്കിൽ നോർമലായിട്ട് ഹൗസ് ഓണർ സമ്മതിക്കുവാണെങ്കിലുള്ള പ്രൊസീജിയർ എങ്ങനെയാണെന്നാണ് ഞാൻ ഇതിനകത്ത് പറയുന്നത്. സെപ്റ്റംബർ മുതൽ പുതിയൊരു ആപ്ലിക്കേഷൻ വരുന്നുണ്ട്. അപ്പം നമുക്ക് വീട്ടിൽ ഇരുന്ന് ചെയ്യാമെന്നാണ് പറയുന്നത്. പക്ഷേ ഇപ്പോൾ നിലവിലുള്ള സിറ്റുവേഷൻ അനുസരിച്ചിട്ട് അങ്ങനെയല്ല. നമ്മൾ ഹൗസ് ഓണർ ഒക്കെ എഗ്രി ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഈ പറയുന്ന പോലെ തന്നെ മൈ ഡോക്യുമെൻറ്റിൽ ചെല്ലുന്നു. അതിനുശേഷം നമ്മൾക്ക് ഫില്ല് ചെയ്യേണ്ട ആപ്ലിക്കേഷൻ ഉണ്ട്, അതേപോലെ തന്നെ ഈ ഹൗസ് ഓണർക്ക് ഫില്ല് ചെയ്യേണ്ട പാർട്ടിലുണ്ട്. അതെല്ലാം അവർ ഫില്ല് ചെയ്തതിന് ശേഷം മൈ ഡോക്യുമെൻറ്റ് അത് എല്ലാം അതിലെ അവിടുത്തെ സിസ്റ്റത്തിലേക്ക് കയറ്റുന്നു.
അതിനുശേഷം നമുക്കൊരു 3 days നമ്മുടെ ഒരു വെയിറ്റിംഗ് ടൈമാണ്. 3 days കഴിഞ്ഞ് കഴിയുമ്പോൾ ഒരു ഇലക്ട്രോണിക് ഒരു ഡോക്യുമെൻ്റ് ആയിട്ട് നമ്മൾ പ്രൊവൈഡ് ചെയ്തിരിക്കുന്ന, അതായത് നമ്മൾ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന നമ്മളുടെ പേരിലുള്ള നമ്പറിലേക്ക് ആ ഒരു ഇലക്ട്രോണിക് രജിസ്ട്രേഷൻ, അതായത് നമ്മൾ എവിടെയാണോ താമസിക്കുന്നത് നമ്മളുടെ അഡ്രസ്സ് അല്ല നമ്മളുടെ പേര്, നമ്മുടെ പാസ്പോർട്ടിലുള്ള ഡീറ്റെയിൽസ്, അതേപോലെ തന്നെ ഈ ഹൗസ് ഓണറിൻ്റെ പേര്, അതേപോലെ തന്നെ നമ്മൾ ഏത് അപ്പാർട്ട്മെൻറ്റിലാണോ അല്ലെ ഏത് സ്ഥലത്താണോ താമസിക്കുന്നത് അതെല്ലാം കാണിച്ചുകൊണ്ടുള്ള ഒരു ഇലക്ട്രോണിക് ആയിട്ടുള്ള ഒരു ഡേറ്റ അല്ലെങ്കിൽ ആ ഒരു പേപ്പർ നമുക്ക് കിട്ടും. ഓക്കെ, അത് കിട്ടിക്കഴിഞ്ഞാൽ പ്രോസസ്സ് കംപ്ലീറ്റ് ആയി എന്നാണ് അതിൻ്റെ മീനിങ്. അങ്ങനെ ഈ ഒരു രജിസ്ട്രേഷൻ, നമ്മൾ താമസ സ്ഥലത്തിൻ്റെ ഈ രജിസ്ട്രേഷൻ നിർബന്ധമായിട്ടും ചെയ്തിരിക്കണം. കാരണം നമ്മൾ ഇവിടെ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ടൂറിസ്റ്റ് ആയിട്ടാണ് എത്തുന്നതെങ്കിൽ നമ്മൾ ഏതെങ്കിലും ഒരു ഹോട്ടൽ ബുക്കിംഗ് എടുത്തിട്ടുണ്ടാവും. അപ്പോൾ ആ ഹോട്ടൽ ബുക്കിങ്ങിൻ്റെ പേരിലായിരിക്കും നമുക്ക് ആ രജിസ്ട്രേഷൻ കിട്ടുന്നത്. അതുകൊണ്ട് അത് വലിയ പ്രശ്നമൊന്നുമില്ല. പക്ഷെ നമ്മൾ ലോങ് ടൈമിലാണ് ഇവിടെ നിൽക്കാൻ വരുന്നതെങ്കിൽ രജിസ്ട്രേഷൻ മസ്റ്റായിട്ട് ചെയ്തിരിക്കണം. കാരണം അത് സ്ട്രിക്റ്റ് ആയിട്ടുള്ളൊരു റൂളാണ് ഇപ്പം. കാരണം ഒരുപാട് ആൾക്കാർ ഇവിടെ വരുന്നുണ്ട്, അത് നിങ്ങൾക്കറിയാം. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അതൊക്കെ ആ നിയമങ്ങളൊക്കെ പാലിക്കണം. കാരണം അങ്ങനെ ഒരു പ്രശ്നം ഇവിടെ ഉണ്ടായിട്ടുണ്ട്. അത് എൻ്റെ അറിവിൽ തന്നെ, എൻ്റെ ഒരു ഇതിൽ തന്നെ വന്നിട്ടുള്ള കേസ് ഞാൻ നിങ്ങളോട് പറയാം. കാരണം ഇവരുടെ USSRന്റെ രാജ്യത്ത്, പഴയ USSRന്റെ രാജ്യത്ത് ഉണ്ടായിരുന്ന ഒരു ആളുടെ ഒരു പെൺകുട്ടിയുടെ കാര്യമാണ്. അപ്പോൾ അവർ ഇതുപോലെ തന്നെ, അപ്പോൾ അവരൊക്കെ ഇവിടെ വരുമ്പം ഉസ്ബെക്കിസ്ഥാൻ, താജിക്കിസ്ഥാൻ, കിർഗിസ്ഥാൻ അവരൊക്കെ വരുമ്പോഴത്തേനും അവരൊരു വീട് എടുക്കുന്നു, കൂട്ടമായിട്ട് താമസിക്കുന്നു, അല്ലെങ്കിൽ അങ്ങനെ ഒരു പ്ലേസിൽ അവരെല്ലാവരും കൂട്ടമായിട്ട് താമസിക്കുകയാണ് ചെയ്യുന്നത്. അപ്പം അങ്ങനെ അവർ താമസിച്ചിരുന്ന സമയത്ത് അവർക്ക് സംഭവിച്ച കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരിതുപോലെ തന്നെ ഇങ്ങനെ ഹൗസ് ഓണറുമായിട്ടുള്ള ഡീലോ കാര്യങ്ങളോ ഒന്നും അല്ല. അപ്പോൾ അവർ നേരിട്ട് ആർക്കൊക്കെയോ പൈസ കൊടുത്തിട്ട് അപ്പോൾ അവർ ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അവർക്ക് ഒരു 15,000 അല്ലെങ്കിൽ 20,000 ആണ് അതിന് വേണ്ടിയിട്ട് ചിലവാകുന്നത്. അപ്പോൾ അവരത് കൊടുത്തതിന് ശേഷം ഇതുപോലെ, അപ്പം നമുക്ക് ഈ വന്നതുപോലെ ഇലക്ട്രോണിക് പേപ്പർ ആയിട്ടല്ല അവർക്ക് വന്നേക്കുന്നത്. അവർക്ക് ആ ഡോക്യുമെൻ്റ് അല്ലാതെ തന്നെ അവർക്ക് ഇങ്ങനെ ഒരു ഫിസിക്കലി ഒരു പേപ്പർ അവർ കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അത് പണ്ട് ഇങ്ങനെ ആയിരുന്നു. അപ്പോൾ അവർ വിശ്വസിച്ചു അവർ കൊടുത്തിരിക്കുന്ന ഈ ഒരു എമൗണ്ടിന് ഇവർക്ക് ഈ ഒരു രജിസ്ട്രേഷൻ കിട്ടിയല്ലോ, ആ ഒരു പേപ്പർ കിട്ടിയെന്ന് വിചാരിച്ചു. അപ്പോൾ അവർ അതുമായിട്ട് നടക്കുന്നു, ജോലിക്ക് പോകുന്നു, കുഴപ്പമൊന്നുമില്ല. അങ്ങനെയൊക്കെ ആയിരിക്കുന്ന സമയത്ത് ഇവരിങ്ങനെ മെട്രോയിൽ ട്രാവൽ ചെയ്യുന്ന ആളാണ് ജോലിക്ക് പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവർ മെട്രോയിൽ ട്രാവൽ ചെയ്തപ്പോൾ അവരെ പോലീസ് പരിശോധിച്ചു. ആ സമയത്ത് രജിസ്ട്രേഷൻ ചോദിക്കും സ്വാഭാവികമായിട്ടും. രജിസ്ട്രേഷൻ ചോദിച്ചപ്പോഴത്തേനും അവരെടുത്ത് കൊടുത്തു. അവർ നോക്കുമ്പോഴത്തേനും ഇവർ ചെയ്ത് തന്നല്ലോ. അപ്പോൾ അത് പോലീസിൻ്റെ സിസ്റ്റത്തിൽ ചെക്ക് ചെയ്തപ്പോൾ അങ്ങനെ ഒരു സാധനം അവിടെ ഇല്ല. അപ്പോൾ പോലീസ് ബാസവിൽ അതില്ലാത്തത് കൊണ്ട് അവർ പറഞ്ഞു നിന്റെ രജിസ്ട്രേഷൻ ഇവിടെ ഇല്ല, അതുകൊണ്ട് നീ സ്റ്റേഷനിലേക്ക് വരണം എന്ന് പറഞ്ഞു. അപ്പോൾ നീ അനധികൃതമായിട്ടാണ് ഇവിടെ നിൽക്കുന്നത്, അതുകൊണ്ട് നീ സ്റ്റേഷനിലേക്ക് വരണം എന്ന് പറഞ്ഞു. അപ്പോൾ ഈ കുട്ടി തർക്കിച്ചു, ഇല്ല ഞാൻ രജിസ്ട്രേഷൻ എടുത്തിട്ടുണ്ട്. അപ്പം കുട്ടി ഓർക്കുന്നത് പോലീസ് വെറുതെ ഫൈൻ ഇടാൻ വേണ്ടിയിട്ട് പറയുന്നതാണെന്ന് ഓർത്ത് തർക്കിച്ചു. പക്ഷേ ഇവർ കൂട്ടിക്കൊണ്ടുപോയി, പോലീസ് സ്റ്റേഷനിൽ കൂട്ടിക്കൊണ്ടുപോയി. അപ്പോൾ അവർ പറഞ്ഞു, കുട്ടി ഫോൺ എടുത്തപ്പോൾ തന്നെ വിളിക്കാൻ തുടങ്ങിയപ്പോഴത്തേനും പറഞ്ഞു ഫോൺ അവർ പിടിച്ച് മേടിച്ചു, വിളിക്കാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞ് പിടിച്ച് മേടിച്ചു വെച്ചു. അപ്പോൾ അവർ ഫോൺ മാറ്റി വെച്ചിട്ട് പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി നിർത്തിയിരിക്കുകയാണ്. ഇതെല്ലാം കഴിഞ്ഞിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കുറേ ഡിസ്കഷനും കാര്യങ്ങളും ഉണ്ടായി. അവർ പറഞ്ഞു, ഈ കുട്ടി പറഞ്ഞു ഞാൻ എന്തായാലും ഫൈനോ അല്ലെങ്കിൽ ഇവർ പറയുന്ന എമൗണ്ട് ഒന്നും അടയ്ക്കത്തില്ല, എനിക്ക് രജിസ്ട്രേഷൻ ഉണ്ടെന്ന് പറഞ്ഞു. ഇവർ പറഞ്ഞു നിങ്ങളുടെ രജിസ്ട്രേഷൻ ഇതിനകത്തില്ലെന്ന് പറഞ്ഞു. അപ്പം അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും കാര്യങ്ങളായി, പ്രശ്നങ്ങളായി. അപ്പോൾ ഇവർ തർക്കിക്കുന്നു. അപ്പം ഇവരുടെ കയ്യിലിരിക്കുന്ന ഒരു നമ്മുടെ നാട്ടിലെ ആധാർ കാർഡ് പോലത്തെ, ഇവരുടെ നാട്ടിൽ ഇവർക്കും അങ്ങനെ ഒരു പാസ്പോർട്ട് പോലത്തെ സാധനമുണ്ട്, അവരുടെ നാട്ടിലെ സാധനം, അവരുടെ നാട്ടിലെ ഐഡന്റിറ്റി. അത് അപ്പം ഈ കുട്ടി ഭയങ്കരമായിട്ട് തർക്കിക്കുകയൊക്കെ ചെയ്തപ്പോഴത്തേക്കും പോലീസുകാരത് വാങ്ങിച്ചിട്ട് കീറിക്കളഞ്ഞു. അപ്പം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ഡോണ്ട് കെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളുടെ നാട്ടിൽ അനധികൃതമായിട്ട് നിങ്ങൾ താമസിക്കുന്ന, അതുകൊണ്ട് ഞങ്ങൾക്ക് എന്തുവേണം ചെയ്യാം എന്നുള്ളൊരു ഇത്. അപ്പം കുട്ടി പിന്നെയും കരയാനും തർക്കിക്കാനൊക്കെ തുടങ്ങി കഴിഞ്ഞപ്പോഴത്തേനും പിന്നെ പുള്ളി അവർ പറഞ്ഞു എനിക്ക് എൻ്റെ പേരൻസിനെ അറിയിക്കണം എന്നൊക്കെ പറഞ്ഞ് എന്തെങ്കിലും പെർമിഷൻ തരണം എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെ ഫോൺ എടുത്തിട്ട് പേരൻസിനെ വിളിക്കാൻ അനുവദിച്ചു. അങ്ങനെ 1 മണി 2 മണി രാത്രി ആയപ്പോഴത്തേനുമാണ് പേരൻസ് ഇതൊക്കെ അറിയുന്നത്. പേരൻസ് ഭയങ്കര വറീഡായിരുന്നു. അപ്പോൾ അങ്ങനെ അവർ പോലീസ് സ്റ്റേഷനിൽ ചെന്നു. അപ്പോൾ ഇവരോട് പറഞ്ഞു, ഇല്ല ഞങ്ങളുടെ ബാസവേൽ നിങ്ങളുടെ രജിസ്ട്രേഷൻ കാണുന്നില്ല, അതുകൊണ്ട് ഞങ്ങൾ ഡീപ്പോർട്ട് അടിക്കുകയാണ്, അല്ലാതെ ഇവരെ ഇവിടുന്ന് വിടാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞു. അങ്ങനെ എല്ലാ തർക്കങ്ങളുടെ ഒഴിവിൽ ഇവർ ലാസ്റ്റ് ഫൈന് അടച്ചിട്ട് ഇവരിടുന്നു. പക്ഷെ 15 ദിവസമാണ് സമയം കൊടുത്തിരിക്കുന്നത്. 15 ദിവസത്തിന് രാജ്യം വിടണം, അതാണ് അവർക്ക് അടിച്ചു കൊടുത്തിരിക്കുന്ന ഇത്. അപ്പം അങ്ങനെ അവർ ആ ഫൈനും അടച്ച് 15 ദിവസത്തിന് രാജ്യം വിടണം എന്നുള്ള പേപ്പറും കിട്ടി, അവർ തിരിച്ചു വരിക ചെയ്തത്. അപ്പോൾ അതുകൊണ്ട് രജിസ്ട്രേഷൻ എന്ന് പറയുന്ന സാധനം ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അത് നിങ്ങൾ നിർബന്ധമായിട്ടും ചെയ്തിരിക്കുക. പോലീസ് രജിസ്ട്രേഷൻ ഇല്ലാതെ പിടിച്ചു കഴിഞ്ഞാൽ എന്തായാലും നിങ്ങളെ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോകും. അവർ ആവശ്യപ്പെടുന്ന ഫൈന് കാര്യങ്ങളുണ്ടാവും, അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങളെ ഡീപ്പോർട്ട് ചെയ്യും. ഇങ്ങനത്തെ കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാനതൊക്കെ ജസ്റ്റ് പറഞ്ഞു എന്നേ ഉള്ളൂ.
ദയവ് ചെയ്തിട്ട് ഞാൻ രജിസ്ട്രേഷൻ ചെയ്യുന്ന ആളല്ല, വിസ ചെയ്യുന്ന ആളല്ല, ജസ്റ്റ് ജെനുവിൻ ആയിട്ടുള്ള ഇൻഫർമേഷൻസ് മാത്രം പ്രൊവൈഡ് ചെയ്യുന്ന ഒരാളാണ്. അങ്ങനെ രജിസ്ട്രേഷൻ ചെയ്യാവോ വിസ ചെയ്യാവോ ഇതൊന്നും ചോദിച്ചിട്ട് എന്നെ വിളിച്ചിട്ട് ഒരു കാര്യമില്ല. കാരണം എനിക്ക് ഇങ്ങനത്തെ കണക്ഷൻസ് ഒന്നുമില്ല, ഞാൻ അങ്ങനെയൊന്നും ചെയ്യാറില്ല. അപ്പോൾ അതുകൊണ്ട് ജസ്റ്റ് ഇങ്ങനെയുള്ള ഇൻഫർമേഷൻസ് നിങ്ങൾ കാര്യങ്ങൾ മനസ്സിൽ വെക്കുക, മനസ്സിലാക്കിയിരിക്കുക. ഇങ്ങോട്ട് വരുമ്പോഴത്തേനും ഇതൊക്കെ പാലിക്കുക. ഇന്ത്യൻസ് ആയിട്ട് നമ്മൾ ലോകത്തിൻ്റെ ഏത് രാജ്യങ്ങളിൽ പോകുമ്പോഴും അവിടുത്തെ നിയമങ്ങളനുസരിച്ച് താമസിക്കുകയും അതേപോലെ തന്നെ ആ ഒരു കാര്യങ്ങൾ, അതായത് രജിസ്ട്രേഷൻ എടുക്കുകയെന്നോ അല്ലെങ്കിൽ അവിടുത്തെ നിയമങ്ങളും അവിടുത്തെ സാഹചര്യങ്ങളും അനുസരിച്ചിട്ട് പെരുമാറുക എന്നുള്ളതൊക്കെ ഇന്ത്യൻസ് പഠിക്കണം. അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് വലിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. അപ്പം അതെല്ലാം നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുക. ഇത്ര കാര്യങ്ങൾ എനിക്ക് നിങ്ങളോട് പറയാനായിട്ടുള്ളൂ. അപ്പം നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്